അതായത് പ്രഭാവതി അമ്മയ്ക്ക് ദോഷം ഉണ്ടാവും അത്രേ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത് സാരമില്ല മക്കളെ. ഈ പൂജ വിശാലും പാർവതിയും തന്നെ നടത്തണം. ഇത് ഇവരുടെ ഐശ്വര്യത്തിനും ആയുർബലത്തിനും വേണ്ടി ഞാൻ നേർന്ന പൂജയല്ലേ. വിപിനും പല്ലവിക്കും വേണ്ടി നമുക്ക് മറ്റൊരു ദിവസം വേറൊരു പൂജ നടത്താം. വിശാൽ സർ, ഗുരുജിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ശരിയല്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ന് കരുതി അമ്മയുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം വേണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പൂജ വിപിനും പല്ലവിയും ചെയ്യുന്നത് നല്ലതെന്ന്. ഇപ്പോ ഗുരുജിയും അത് തന്നെയല്ലേ പറയുന്നത്. മോളെ പാർവതി, എന്റെ കാര്യത്തില് നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട. സർ, പ്രഭാവതി അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. അതുമാത്രമല്ല, ഗുരുജിയുടെ വാക്ക് നിഷേധിക്കാൻ എനിക്കും പറ്റില്ല. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗുരുജിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്താം. ഇപ്പൊ വിളിച്ച ഗുരുജി ഉടനെ ഇവിടെ എത്തും. എന്നിട്ട് ഗുരുജി തന്നെ നേരിട്ട് അമ്മയെ പറഞ്ഞു ബോധ്യപ്പെടുത്തട്ടെ. അന്നേരം അമ്മയ്ക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഗുരുജിയോട് നേരിട്ട് തന്നെ ചോദിക്കാലോ. ഗുരുജി ഇവിടെ വന്ന എല്ലാം പൊളിയും. ഞാൻ വിശാലിനോട് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് ഇവിടെ തെളിയും. അതുകൊണ്ട് ഗുരുജിയെ വരുത്താൻ നിൽക്കണ്ട. തൽക്കാലം ഇത് സമ്മതിച്ചു കൊടുക്കാം. അതാണ് ബുദ്ധി. എന്നാ പിന്നെ ഗുരുജിയെ വിളിച്ചു വരുത്തട്ടെ അമ്മേ. ആ മോനെ, എടാ അത് വേണ്ട. എന്തിനാ വെറുതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നടക്കട്ടെ കാര്യങ്ങള്. വിപിനും പല്ലവിയും ചേർന്ന് ഈ പൂജ നടത്തട്ടെ. ആ ഗാർഗി, നീ പോയി വിപിനെയും പല്ലവിയും വിളിച്ചോണ്ടോ. ആ പ്രഭാവതി അമ്മ, നിങ്ങൾ 8 അടി പാഞ്ഞ ഞാൻ 16 അടി പായും. പല്ലവി, പല്ലവി വന്നേ. അവിടെ ചേട്ടനും ചേച്ചിയും അമ്മയുടെ കൂടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നടത്താൻ റെഡിയായിരിക്കുക. നീ അങ്ങോട്ട് വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല. നീ എന്താ അങ്ങനെ പറയുന്നത്? വരുന്നില്ല, അത്ര തന്നെ. കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പല്ലവി, വലിയ ഭാഗ്യത്തെയാ നീ തട്ടിക്കളയാൻ പോകുന്നത്. എന്ത് ഭാഗ്യം? എടോ, ഈ പൂജ ചെയ്താലേ നമുക്ക് 2 കോടി രൂപയും ചന്തമുള്ളൊരു കുഞ്ഞാവി ഉണ്ടാവൂ. ഏ? അതേടോ, അതിനൊക്കെ വേണ്ടിയാ താഴെ പൂജ നടത്തുന്നത്. താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാതെ എന്റെ കൂടെ വാടോ. ഈ പൂജയിൽ പങ്കെടുത്താ നമുക്ക് കുഞ്ഞും കോടിയൊക്കെ കിട്ടുമല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. താനൊന്ന് വന്നേ. എങ്കിൽ ഞാൻ റെഡി ആയിട്ട് വരാം. ശരി, ഞാൻ റെഡി ആവട്ടെ. ആ ഇതും പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരായിരിക്കും?
നേരത്തെ വിളിച്ചയാൾ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുകയാണോ? ഹലോ, വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ അറിയാം. ഹലോ, കൺഗ്രാറ്റുലേഷൻസ് സാർ. നിങ്ങൾക്കൊരു സമ്മാനം ലഭിച്ചിട്ടുണ്ട് സാർ. സമ്മാനോ? അതെ സാർ, സമ്മാനം. താങ്കളത് നേരിട്ട് വന്ന് സ്വീകരിക്കണം. നേരിട്ടൊന്ന് സ്വീകരിക്കണോ? അതെ, എപ്പോ വരണം? ഉടനെ വരണം. ഉടനെയോ? ഉടനെ ഒന്നും നടക്കില്ല. എനിക്ക് വേറെ ജോലിയുള്ളതാ. അല്ല, എന്താ സമ്മാനം? സാർ, അതൊരു സർപ്രൈസ് ഗിഫ്റ്റാ. എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്നാ എനിക്കത് വേണ്ട. എന്റെ പൊന്നു സുഹൃത്തെ, അതെ, ഇത് നിങ്ങൾ കരുതും പോലെ നിസ്സാര സമ്മാനമൊന്നുമല്ല. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനമാണ്. അതെ, ഭാഗ്യം പടികേറി വരുമ്പോ അതിനെ ഇങ്ങനെ പുറംകാല് കൊണ്ട് തള്ളിക്കളയരുത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ സമ്മാനമായിട്ട് അങ്ങോട്ട് വരാം. നിങ്ങളുടെ അഡ്രസ് പറയൂ. അഡ്രസ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ അവിടെ വരാം. ആ, എവിടെയാ വരേണ്ടത്? അത് ഞാൻ പറയും സാർ. അത് അതിന്റെ ബാക്കില്. ശരി, ഞാൻ വരാം. ആ, ആയിക്കോട്ടെ സാർ. മണ്ട വിശ്വസിച്ചു. നിങ്ങൾ രണ്ടാളും അമ്മയുടെ അനുഗ്രഹം വാങ്ങി ആ പീഠത്തിലേക്ക് ഇരിക്കുക. ഇനി ഈ പീഠത്തിലേക്ക് ഇരിക്കും മക്കളെ. അമ്മേ, അല്ല, ഇനി ഈ പൂജ കഴിയുന്നവരെ ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്നുണ്ടോ? ഏയ്, അത് വേണമെന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോകാം. അല്ല, നിങ്ങൾക്ക് വലിയ തിരക്കുള്ളവരല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. പോകാനുണ്ട്. ഉടനെ ഞങ്ങൾക്കൊരു സ്ഥലത്തെത്തണം. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. എന്തോ സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് രാവിലെ മുതൽ പാർവതി എന്നെ പുറത്തു പോകാനായിട്ട് നിർബന്ധിക്കുക. എവിടെയാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഇപ്പോ എനിക്കും ക്യൂരിയോസിറ്റി ആയി. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമേ. അതെന്ത് സർപ്രൈസാ പാർവതി? പിന്നെ എന്നോട് പറയാത്ത സർപ്രൈസ് അല്ലേ ഇവളിപ്പോൾ ആൻറ്റിയോട് പറയാൻ പോകുന്നത്. പാർവതി പറയുന്നത് കേട്ടിട്ട് ഒരു നല്ല കാര്യത്തിനാണ് പാർവതി എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ പാർവതി? അതെ, വളരെ നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെയാ ഞാൻ സാറിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്നാലേ അമ്മ ഞങ്ങൾക്കും ശകുനം വരണം. എന്തിനാ ഞാനിപ്പോ ശകുനം വരുന്നത്? അതമ്മേ, ഞങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. ഏതൊരു മംഗളകാര്യത്തിന് പോകുമ്പോഴും പതിവായി അമ്മയല്ലേ ശകുനം വരുന്നത്. അതല്ലേ ഐശ്വര്യം. അതുകൊണ്ട് ഇപ്പോഴും അമ്മ തന്നെ ശകുനം വരണം. എടാ, ഈ പൂജക്കിടയില് അത് വേണോ? വേണം. ഒന്ന് ശകുനം ചെല്ലേ ചേച്ചി.
ശരി, ഞാൻ വരാം. വരൂ അമ്മേ. വാ. പാർവതി, പാർവതി നിൽക്കുക. നമ്മള് ഇപ്പൊ എവിടേക്കാ ഈ പോകുന്നത്? അത് അകത്ത് ആളുകളുള്ളതുകൊണ്ടല്ലേ താനത് പറയാൻ മടിച്ചത്. ഇപ്പൊ ഇവിടെ ആരുമില്ലല്ലോ. പറയണോ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അത് അത് അതൊരു വലിയ സർപ്രൈസാ. സർപ്രൈസോ? അതെ, സർപ്രൈസ്. നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് അവിടെ എത്തുമ്പോൾ അറിയാലോ. അതുവരെ സാറൊന്ന് ക്ഷമിക്കേ. ശരി, എന്തിനാ നമ്മൾ പോകുന്നത്? അതും അവിടെ എത്തിയിട്ട് പറയാം. തൻ്റെ ഒരു കാര്യം. എടോ, അല്ലെങ്കിൽ എന്തിനാണെന്ന് പറയണ്ട. അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. പക്ഷേ എവിടേക്കാണെന്നറിയാതെ ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യും? ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലോ. ശരി, സാർ കയറി. വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ അത് പോരെ? ശരി, മതി മതി. വാ. കേറ്. സാർ, ഞാൻ ആ ആളിനെ വിളിച്ച് നമ്മൾ വരുന്ന വിവരം ഒന്ന് പറയട്ടെ. ആയിക്കോട്ടെ, എന്നാലും സസ്പെൻസ് പൊട്ടിക്കരുത് കേട്ടോ. മാഡം ആണല്ലോ. ഹലോ മാഡം. അതെ, ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ട് വരുവാ, ഞാനും എൻ്റെ ഹസ്ബൻഡും. അയ്യോ മാഡം, ഞാനൊരു ആവശ്യമായിട്ട് പുറത്തു വന്നിരിക്കുക. ഞാനെത്താൻ കുറച്ച് കഴിയും. അയ്യോ, നിങ്ങൾ പുറത്താണോ? എപ്പോ തിരികെ വരും? ഞാനൊരു അരമണിക്കൂർ എടുക്കും. അതുവരെ മാഡവും ഭർത്താവും അവിടെ നിന്ന് വെയിറ്റ് ചെയ്യൂ. ആ, ശരി ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ശരി. സർ, ആള് പുറത്തെവിടെ പോയിരിക്കോ? നമ്മളോട് അയാളുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അല്ലടോ, ഇനിയെങ്കിലും തനിക്ക് പറയരുതോ ആരാ കക്ഷി? ഒന്ന് ക്ഷമിക്കെന്റെ സാറേ. എന്താ വിശാൽ സർ, എന്തിനാ ഇവിടെ നിർത്തിയേ? ആ, ദേ അവിടെ ഒരു പെൺകുട്ടി പാവ വിൽക്കുന്ന ശ്രദ്ധിച്ചില്ലേ? അതിലൊരു മനോഹരമായ പാവ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കത് വാങ്ങാം. അല്ല സർ, ഇപ്പൊ സമയം പാഴാക്കണോ? അത് നമുക്ക് തിരികെ വരുമ്പോ വാങ്ങാം. അല്ല, തിരികെ വരുന്നതിനിടയിൽ വേറെ ആരെങ്കിലും അത് വാങ്ങിക്കൊണ്ട് പോയാലോ? മാത്രമല്ല, ഇപ്പൊ ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മളൊരു പാവ വാങ്ങിയാലേ അത് ആ കുട്ടിക്കൊരു ഉപകാരമായിരിക്കില്ലേ? ശരി, എന്നാ നമുക്ക് വാങ്ങിയിട്ട് പോവാം. നോക്കട്ടെ. മോളെ, ഈ പാവയ്ക്ക് എന്താ വില? അയ്യോ, വിലയ്ക്ക് അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ സാർ. മോളുടെ അമ്മ എവിടെ? അമ്മ അപ്പുറത്ത് പോയിരിക്കാം, ഇപ്പൊ വരും. അതുവരെ കാത്തു വെക്കാൻ പറ്റോ?
നമ്മളെ ഇതിൽ 2000 രൂപയുണ്ട്. ഏതായാലും ഈ പാവയുടെ വില അതിനുള്ളിലേ വരൂ. മോളിത് പിടിച്ചിട്ട് ഈ പാവ ഇങ്ങിതാ. അയ്യോ അത് ശരിയാവില്ല. അതെന്താ? ആരുടെ കയ്യിൽ നിന്നും ആവശ്യത്തിലധികം പണം വാങ്ങരുതെന്നാ അമ്മ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് നിക്ക്, അമ്മ ഇപ്പൊ വരും. അമ്മ വന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഈ പാവ വാങ്ങിയ അമ്മയ്ക്ക് വലിയ സന്തോഷാവും. എന്നാ പിന്നെ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് പോവല്ലേ? ഇപ്പൊ വരുമെന്നല്ലേ പറയുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ മോളെ പാവ. മോളെ അമ്മയോടെ പോയി. അമ്മ അപ്പുറത്ത് പോയിരിക്കാം മാമ, ഇപ്പൊ വരും. ഉടനെ വരുമോ? പാവേ, പാവ. അണ്ണാ, ആ സരോജം, കടയും തുറന്നു വെച്ച് കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് നീ ഇത് എവിടെ പോയി? അപ്പുറത്തെ സാറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. അത് തിരികെ കൊടുക്കാൻ പോയതാ. ആ അണ്ണൻ എന്ത് വേണം? ദേ ഇതിൽ നിന്നൊരു 10-20 പാവകൾ വേണം, കടയിലേക്ക് കൊടുത്തുവിട്. ശരി അണ്ണാ. ദേ ഇതങ്ങോട്ട് പിടിക്ക്. കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. സാധനം പെട്ടെന്ന് കൊടുത്തുവിടണേ. ശരി. പോട്ടെ മോളെ. സർ, ദേ കുഞ്ഞിന്റെ അമ്മ വന്നു. ആ വാ പാറു. എന്താ സാറേ? അമ്മേ, സാറിന് ഈ പാവ വേണം. സാറ് നേരത്തെ 2000 രൂപ തന്നിട്ട് ഈ പാവ കൊണ്ടുവന്ന് നിന്നതാ. ഞാൻ പറഞ്ഞു അമ്മ വരട്ടേന്ന്. ആണോ? ഇതിന് 2000 രൂപയൊന്നും അല്ല സാർ, 250 രൂപയേ ഉള്ളൂ. അറിയാം, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ അല്പം ധൃതിയുണ്ടായിരുന്നു. അതുകൊണ്ടാ 2000 രൂപ കൊടുത്തിട്ട് ഇതെടുത്തിട്ട് പോകാന്ന് കരുതിയത്. മോളെ, ആ പാവ അങ്ങ് കൊടുക്ക. ഇതാ സാറേ. ദാ, ബാക്കി വെച്ചു പോവാം. പാവ 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 വേണോ? പാവ 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 വേണോ? പാർവതി, അന്ന് ഞാനും വിനയും മാത്രമാ. വിപിൻ ജനിച്ചതേ ഉള്ളൂ. ഞങ്ങളെ 3 പേരെയും ഒരുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ പ്രഭാവതി അമ്മ വളർത്തിയത്. ഒരുപക്ഷെ അവരെ 2 പേരെക്കാളും എനിക്കായിരുന്നു അമ്മ ശ്രദ്ധ നൽകിയിരുന്നെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഗായത്രി അമ്മ ഇല്ലാതിരുന്നതിൻ്റെ കുറവറിയിക്കാതെ പ്രഭാവതി അമ്മ എന്നെ വളർത്തിയത്. ആ അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുത്താലും എനിക്ക് മതിയാവില്ല. പക്ഷെ ഈ പാവ കണ്ടപ്പോൾ ഇത് അമ്മയ്ക്ക് സമ്മാനിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താ, ഇങ്ങനൊരു ചെറിയ സമ്മാനമെങ്കിലും അമ്മയ്ക്ക് കൊടുക്കണ്ടേ പാർവതി? പാവം വിശാൽ സാറ് ഉള്ളറിഞ്ഞ് നിഷ്കളങ്കമായ സാറ് പ്രഭാവതി അമ്മയെ സ്നേഹിക്കുന്നത്. പക്ഷേ അവർ കാണിക്കുന്നത് മുഴുവൻ കപട സ്നേഹമാണെന്ന് സാർ അറിയുന്നില്ലല്ലോ. പ്രഭാവതി അമ്മ സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നു എന്ന്
സാർ അറിയുന്ന ദിവസം എങ്ങനെ അത് സഹിക്കും? സാറ് ആകെ തകർന്നു പോവും. ശ്ശേ. എത്രമാത്രം ആഗ്രഹിച്ച ഈ പാവ വാങ്ങിയത്. അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കാൻ വച്ചിരുന്ന പാവ ഈ ഗതിയായി പോയല്ല. വിശാൽ സർ,